ജേസൺ ഇപ്പോൾ ഡി സി സിയിലാണ് ഉള്ളത്. ഡി സി സിയിൽ യോഗം തുടങ്ങിയോ? തീർച്ചയായും നികേഷ് കുമാർ ഡി സി സിയിൽ യോഗം തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. മുഴുവൻ ബൂത്ത് പ്രസിഡന്റുമാരും അതുപോലെ തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ യോഗത്തിൽ ഉണ്ട്. യോഗം ആരംഭിക്കാൻ പോകുന്നു. അതിന് മുന്നോടിയായിട്ടാണ് ജേസൺ, നമുക്ക് കരുണാകരന്റെ വികാരം എങ്ങനെയാണ് ഈ തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രാദേശിക നേതാക്കളിൽ ഉള്ളത് എന്നുള്ളത് നമുക്കൊരു റാൻഡമായി അവരുടെ ഒരു അഭിപ്രായത്തിലേക്ക് പോകാം. സമയമില്ല എങ്കിൽ പോലും വളരെ വേഗത്തിൽ. കെ കരുണാകരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ടി വി ചന്ദ്രമോഹൻ, മുൻ MLA. ഇപ്പോൾ ലീഡറെ ഇപ്പോൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോവുകയാണ്. അങ്ങക്കും കെ കരുണാകരൻ രാജിവെച്ച സമയത്ത് കെ കരുണാകരൻ്റെ ആവശ്യപ്രകാരം താങ്കൾ രാജിവെച്ച് പോയതാണ്. എന്തു തോന്നുന്നു? രണ്ടാളും വ്യത്യാസമുണ്ടല്ലോ. കെ കരുണാകരനും പത്മജ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായില്ലേ? എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഞാൻ ലീഡറുടെ ആളായിട്ടാണ് ഇവരോടൊക്കെ ബന്ധപ്പെടുന്നതും ഇവരൊക്കെ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതൊക്കെ ലീഡറെ വിശ്വസ്തനായിട്ട് തന്നെ. ഇപ്പോൾ മറ്റ് എല്ലാവരും ലീഡറെ തഴഞ്ഞപ്പോൾ പോലും കെ കരുണാകരൻ അടിയുറച്ചു നിന്ന ഒരാളാണ് ടി വി ചന്ദ്രമോഹൻ. ആ കാര്യത്തിൽ യാതൊരു തർക്കമില്ല. MLA സ്ഥാനം വരെ രാജിവെച്ചതാണ്. പത്മജ വേണുഗോപാലിനെ കുറിച്ച് അങ്ങേ ഇത്തരമൊരു ധാരണയായിരുന്നു മുന്നോട്ട്? ഇല്ല, ഒരു കുടുംബപരമായ ബന്ധമല്ലാണ്ട് വേറൊരു നേതാവ് എന്നുള്ള നിലയ്ക്കല്ല ഞാൻ അവരെടുത്തിരുന്നത്. ഒരു കുടുംബ ബന്ധം ഉണ്ടായിരുന്നു ആ വീട്ടിലവരുമായിട്ട്. ആ ബന്ധം നിലനിന്ന് പോകുന്നതാണ്. അല്ലാണ്ട് മറ്റൊരു വിചിത്രമായൊരു കാര്യം കൂടി, ഇപ്പോൾ ആ സമാധി മന്ദിരം ഇരിക്കുന്ന സ്ഥലം BJP നേതാവിൻ്റെ വീടായി മാറി. ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. അവര് BJP ചേർന്നുകൊണ്ട് വീടായി എന്നൊക്കെ പറയും. അവരുടെ പേരിലാണ് തോന്നുന്നു വീട്. ഇനിയിപ്പോൾ ലീഡറെ സമാധി കാണണമെങ്കിൽ നിങ്ങൾക്ക് BJP നേതാവിന് വീട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു. അല്ല, ഇപ്പോഴത്തെ ഇതൊക്കെ ഇന്ന് കാലത്തുള്ള സിറ്റുവേഷൻ അല്ലേ, അതൊക്കെ ആലോചിക്കുമല്ലോ. ലീഡേഴ്സൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ആലോചിച്ചു. ഈ അനിലക്കരയുണ്ട്. അനിലക്കര എങ്ങനെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ തൃശ്ശൂർ ലോകസഭയിലോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലോ ബാധിക്കുമോ? അല്ല, തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പിന്നെ ഒരു മതനിരപേക്ഷ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. വർഗീയവാദികളും മതേതരവാദികളും തമ്മിലുള്ള പോരാട്ടമാണ്. അതിനകത്ത് വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. മതേതര വിശ്വാസികൾ ജയിക്കും. അപ്പോൾ പത്മജ വേണുഗോപാൽ പോകുന്ന ഒരു രീതിയിലും ബാധിക്കില്ല. അല്ല, മതേതര വിശ്വാസികൾ ജയിക്കും, ഒരു തർക്ക കാര്യത്തിലില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഒന്നും പറയാനില്ല. സത്യത്തിൽ കെ കരുണാകരൻ തൃശ്ശൂരിൽ ഇപ്പോൾ നമുക്ക് ഇത് കെ കരുണാകരൻ സപ്തതി മന്ദിരമാണ്. കെ കരുണാകരൻ പാർട്ടി വിട്ടു പോയ സമയത്ത് പോലും ആ പേരിനൊരു മാറ്റമോ കെ കരുണാകരനുള്ള വികാരത്തിൽ ഒരു കുറവും വരാത്തൊരു കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇപ്പോൾ നമുക്ക് ഈ ബൂത്ത് നേതാക്കളാണ്, ഇപ്പോൾ എല്ലാ ബൂത്ത് മുതൽ ജില്ലാ മുഴുവൻ നേതാക്കളാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാനാകുന്നത്. എല്ലാവർക്കും ഒരേ വികാരമാണ് കെ കരുണാകരനോട്. പക്ഷേ അത് മക്കളോട് എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നതാണ് ഇപ്പോൾ പലരുടെയും പ്രതികാരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. കെ കരുണാകരനും പത്മജിയും രണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ല എന്നാണ് കെ കരുണാകരൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. ഒരുപക്ഷെ കെ കരുണാകരൻ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്നിട്ടുള്ള ടി വി ചന്ദ്രമോഹൻ പോലും പറയുന്ന അത്തരത്തിൽ കെ കരുണാകരനോട് ഈ വികാരമുണ്ട്. പക്ഷേ പത്മജ വേണുഗോപാലിനോട് ഇത്തരത്തിലുള്ളൊരു വികാരം ഇല്ല എന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് യാതൊരു രീതിയിലും ബാധിക്കില്ല എന്നുകൂടി വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ അടിയന്തര യോഗം ചേർന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റു രീതിയിൽ വരുന്ന എല്ലാ ചർച്ചകളെയും ഒഴിവാക്കിക്കൊണ്ട് സജീവമായി മുന്നോട്ട് പോകാൻ വേണ്ടി പ്രവർത്തകരെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുകൂടിയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാതെ തന്നെയാണ് ഇന്ന് TM പ്രതാപൻ പുഷ്പാർച്ചന നടത്തിയത് എന്നതുകൂടിയും ശ്രദ്ധേയമാണ്. നികേഷ്, തീർച്ചയായും ജെയ്സൺ ചാമോളപ്പിലാണ്. കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെ വികാരം എന്താണ് എന്ന് ടി വി ചന്ദ്രമോഹൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ജെയ്സൺ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ കരുണാകരനോടൊപ്പം എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും MLA സ്ഥാനം രാജിവെക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒപ്പം നിന്നിട്ടുള്ള നേതാവാണ്. കരുണാകരനും പത്മജയും രണ്ടാണ് എന്ന് മനസ്സിലായില്ലേ എന്നുള്ള അർത്ഥഗർഭമായിട്ടുള്ള വാചകങ്ങളാണ് ചന്ദ്രമോഹൻ.